അരമണിക്കൂർ ഞങ്ങൾ ഇരുന്ന് തീരുമാനമായി. അതൊന്നും ഇപ്പം നിങ്ങളോട് പറയില്ല, അത് നാളെ പ്രഖ്യാപിക്കും. ലീഗായിട്ട് ഞാൻ പറഞ്ഞല്ലോ, 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ചർച്ച തീരുമെന്ന് പറഞ്ഞാൽ അരമണിക്കൂർ കൊണ്ട് തീർന്നു. ഇത് അരമണിക്കൂർ കൊണ്ട് തീർന്നു, അത്രേ ഉള്ളൂ. ഒരു സ്കോപ്പുമില്ല നിങ്ങൾക്ക്. അതൊക്കെ നാളെ പ്രഖ്യാപിക്കും. നാളെ അതല്ലേ, അത് ഞാൻ UDF-ലെ ബാക്കി ഘടകകക്ഷികളായിട്ടും കുറച്ച് ദിവസമല്ല, നാളെ ഇതെല്ലാം അനൗൺസ് ചെയ്യുന്നത്. പിന്നല്ലാതെ ആലുവയിൽ PJ ജോസഫ്, VD സതീശൻ നിർണായക കൂടിക്കാഴ്ച നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ നാളെ പോലെ കാര്യങ്ങളിലേക്ക് നടക്കുമല്ലേ. അവരെന്താ തുടങ്ങിയത്? നമ്മൾ 24 മണിക്കൂറിനകം പ്രഖ്യാപിക്കുമെന്നല്ലേ പറഞ്ഞിരുന്നത്? അല്ല, അതൊക്കെ ഇലക്ഷൻ നീണ്ടുപോയതുകൊണ്ടല്ലേ. LDF 8-ാം തീയതിയാണല്ലോ പറഞ്ഞിരുന്നത്. എന്ത് ഇന്നാക്കിയത്? അല്ലെ ഇന്നാക്കിയത്? ഞങ്ങൾക്ക് ഇവിടെ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഉണ്ടല്ലോ, ആ കമ്മിറ്റിയിൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാ ചർച്ചയും തീർന്നു. ലീഗും കേരള കോൺഗ്രസും ആയിട്ടുള്ള ചർച്ചകൾ തീർന്നു. അല്ല, അത് നടക്കുന്നുണ്ടല്ലോ. ഞങ്ങളെല്ലാവരും നാളെ ഡൽഹിയിലുണ്ട്. അയ്യടാ, ശരി. PJ ജോസഫുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചു പോവുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുസ്ലിം ലീഗുമായും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുമുള്ള ചർച്ചകളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും എന്ത് ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ അദ്ദേഹം തയ്യാറാകുന്നില്ല. 24 മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് പറയുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, എല്ലാം ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ 10 സീറ്റ് എന്നുള്ളൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ജോസഫ് വിഭാഗം. അതുപോലെ തന്നെ ഇടുക്കി സീറ്റ് ഒരു കാരണവശാലും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് ആവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന് നേരെ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്നുള്ളൊരു ആവശ്യമാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉയരുന്നത്. അതുകൊണ്ട് ആ സീറ്റ് ഏറ്റെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്കായിരുന്നു കോൺഗ്രസ് തുടക്കം തൊട്ട് തന്നെ കടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് ജോസഫ് വിഭാഗം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്ത് തീരുമാനത്തിലേക്കാണ്, എന്ത് ധാരണയിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്ന ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് അവിടെ നിന്ന്. ലിഡിയ, പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും തുറന്നു പറയുന്നുണ്ടോ? അമൃത, പ്രതിപക്ഷ നേതാവ് ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ്. അല്പം മുൻപ് പ്രതികരിച്ചപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയം ഏകദേശം പൂർത്തിയായിട്ടുണ്ട്, ചർച്ചകൾ അവസാനിച്ചിട്ടുണ്ട്, ഇനി ചർച്ച ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പ്രത്യേകിച്ച് നമ്മൾ ഈ സീറ്റിന്റെ കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചിരുന്നു. പക്ഷേ അതിൽ വ്യക്തമായിട്ടുള്ളൊരു ഉത്തരം, അതായത് വരും മണിക്കൂറുകളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും, അതിൽ തന്നെ പറയാമെന്നുള്ള മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത്. എന്തായാലും ചർച്ചകൾ അവസാനിച്ചു, ഇനി ഇതിലൊരു ചർച്ച ഉണ്ടാകില്ല എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. പ്രത്യേകിച്ച് ഏകദേശം ഒരു 8 സീറ്റിലേക്കാണ് നിലവിൽ കേരള കോൺഗ്രസ് ഒതുങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ 8 സീറ്റിൽ മത്സരിക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇടുക്കി സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. മറ്റ് സീറ്റുകളിൽ കൂടി ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, ഏതൊക്കെ സീറ്റുകളാണ് മാറുന്നതെന്നടക്കമുള്ള കാര്യങ്ങളിൽ വരും മണിക്കൂറിനുള്ളിൽ വ്യക്തത വരും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അതിൽ കോൺഗ്രസ് മത്സരിക്കുമെന്നുള്ള കാര്യത്തിലേക്കാണ് അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല ഏറ്റുമാനൂർ സീറ്റ് കൂടിയായിരുന്നു കോൺഗ്രസ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നത്. പക്ഷേ അതിന്റെ കാര്യത്തിൽ എന്താണ് തീരുമാനം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് വ്യക്തമല്ല. അതും വരും മണിക്കൂറുകളിൽ നമ്മൾ അറിയും എന്നുള്ളതാണ്. അതായത് 2 ദിവസത്തിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും മറ്റ് കാര്യങ്ങളും, പ്രത്യേകിച്ച് ചർച്ചകളിലെ വ്യക്തതയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിട്ടു പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഏതായാലും നാളേക്കുള്ളിൽ തന്നെ ആ ഒരു തീരുമാനം എന്താണ് എന്നിപ്പോൾ ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. വിവരങ്ങളാണ് ലിഡിയ ജേക്കബ് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.